എത്ര ആയത്തുകൾ! ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇതിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തെ അകറ്റിയില്ലേ? എന്തുണ്ടായി? അള്ളാഹുള്ള ദുആന്നു നിങ്ങൾ കേട്ടില്ലേ? ആമീൻ ആമീൻ ആമീൻ. ഇനിയോ ഒരു രംഗം നിങ്ങൾ ശ്രദ്ധിക്കൂ സ്ക്രീനിൽ. എന്താണെന്നറിയോ? കാണിച്ചു കൊടുക്കുക. എന്താണ്? ഒരു ഖബർ, നമ്മുടെയൊക്കെ നാടിലുള്ള ചില ഖബറുകൾ, അതൊരു ഖബറിലെ രംഗമാണ് നിങ്ങൾ കാണുന്നത്. എന്താണെന്നറിയോ? അവിടെ ഇങ്ങനെ ശരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ കണ്ടോ, ആളുകൾ ഇങ്ങനെ കൈ പൊക്കിയിട്ട് അവിടെ ദ്വാരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താ? ആരോടായിരിക്കും ദ്വാ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സുന്നത്ത് നുസ്രത്തുൽ അനാം എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ്. ഇതിലാണ് പറഞ്ഞത്, സുന്നികൾ മഹാത്മാക്കളുടെ മഖബറുകൾ സന്ദർശിക്കുമ്പോൾ അവരോട് നേരിട്ട് ഇസ്തിഗാഥ അഥവാ പ്രാർത്ഥന തന്നെ നടത്താറുണ്ട്. അത് ശിർക്കല്ല. അപ്പൊ ആരോടാണ് ഇസ്തിഗാഥ? ആരോടാണ് പ്രാർത്ഥന? ആ ഖബറാളിയോട് അല്ലേ? നിങ്ങൾ കണ്ടോളൂ. അതിൽ ഒന്ന് ഇസ്ലാമിൽ അങ്ങനെ കവറ് കെട്ടിപ്പൊക്കലില്ല, ജാറം മൂടലില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഷിയാക്കളെ അവരിലൊക്കെ വന്ന ഏർപ്പാടാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, മനുഷ്യന്മാരവിടെ കരഞ്ഞു ദുആ ചെയ്യാൻ, കരഞ്ഞ് കണ്ണീരൊടുക്കി ദുആ ചെയ്യാൻ. നോക്ക് നിങ്ങൾ, അയാളുടെ മുഖത്ത് കണ്ണീരിങ്ങനെ വരികയാണ്. എന്താണ് സമൂഹത്തിൻ്റെ അവസ്ഥ? കരഞ്ഞു ദ്വാരിക്കും. ഒരു പക്ഷേ പടച്ചവനോട് ദ്വാരിക്കുമ്പോൾ അത്ര ഇതുണ്ടാവുമോ മനുഷ്യന്മാർക്ക് എന്നുള്ള സംശയം ചില ആൾക്കാർക്ക്. കണ്ടില്ല നിങ്ങൾ? കരഞ്ഞു ദ്വാരിക്കണം. ഖബറിങ്ങ ചെന്നിട്ട് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതാര്? ഇയാളുടെ ഉറ്റവരുടെയോ ഉടവരുടെയോ അല്ലെങ്കിൽ ഏത് ഉമ്മാനി വാപ്പാനി ഖബറാവില്ല. ഇത് കെട്ടിപ്പൊക്കിയ സിയാർത്ത് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ ഖബറാണ്. അവിടെ ചെന്നിട്ട് ഈ കരണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? ഈ നുസ്രത്തുൽ അനാമി പറഞ്ഞ സംബോധനയാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഇതാണുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ഞങ്ങൾ ഖബർ സിയാറത്തിന് എതിരല്ല. ഇസ്ലാമിൽ സിയാറത്തുണ്ടോ എന്ന് ചോദിച്ചാൽ സിയാറത്തുണ്ട്, ഒരു സംശയമില്ല. സിയാറത്തുണ്ട്, സംശയമില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. സിയാറത്തുണ്ട്, സംശയമില്ല. പക്ഷെ ആ ഖബറാളിയോടുള്ള പ്രാർത്ഥന അത് ഇസ്ലാമിലില്ല. ഖബറാളിയോടുള്ള ദുആ ഇസ്തിഗാഥ അത് ഇസ്ലാമിലില്ല. ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവോട്, അത് ഇസ്ലാമിലുണ്ട്, അത് സംശയമില്ല. അപ്പോൾ ഇത് ഇസ്ലാമില്ലാത്ത കാര്യമാണ്. ഖുർആൻ പഠിപ്പിക്കാത്തതാണ്, ഹദീസ് പഠിപ്പിക്കാത്തതാണ്. ഇനി കാണൂ ഖബറിങ് നടക്കുന്ന മറ്റു ചില ഏർപ്പാടുകൾ എന്തൊക്കെയാണ് സഹോദരങ്ങളെ? ഖബറിന്റെ അരികിൽ സുജൂദ് വരെ നടക്കുന്നു. ഖബറിങ്ങിൽ